കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺവൈസ് ഇഗ്നോ ഫോക്കസ് 3.0. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് MA സൈക്കോളജി ഫസ്റ്റ് ഇയറിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ദാറ്റ് ഈസ് MPC 006 എന്ന പേപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ്, നമ്മള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ ഒരു ഡെപ്ത് അനാലിസിസിലൂടെ നമ്മുടെ ഡിസംബർ 2024 എക്സാമിനേഷന് വേണ്ടി ഒരു ഇൻഡെപ്ത് പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി എന്ന് പറയുന്ന നമ്മുടെ പേപ്പർ കുറച്ചൊരു പ്രോബ്ലമാറ്റിക് എന്ന് പൊതുവെ ധാരണയുള്ള ഒരു പേപ്പറാണ് അല്ലെ. പക്ഷെ അത്രയൊന്നുമില്ല. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഒരു ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വളരെ റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പേപ്പറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ MPC 006 എന്ന് പറയും. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കണ്ട് അതിൽ ഏതൊക്കെ ടോപ്പിക്സിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടത്, ഏതൊക്കെ പ്രോബ്ലംസ് ആണ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത്, അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ഫൈനൽ പ്രിപ്പറേഷൻ നടത്തിയിട്ട് എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് പോവുക. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ ഓൾറെഡി എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോസിലും പറയുന്നതാണ്, നമുക്ക് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ ഡോക്യുമെന്റ്സ് അവൈലബിൾ ആവുന്നതാണ്, നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആവുന്നതാണ്. അതുപോലെ ബാക്കി എല്ലാ പേപ്പേഴ്സിന്റെയും വീഡിയോസും അതുപോലെ കാര്യങ്ങളും ഒക്കെ ഡോക്യുമെന്റ്സും ഒക്കെ തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ MPC 006 ഒരു യൂണിക് ആസ്പെക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ മറ്റുള്ള പേപ്പറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു മാത്തമാറ്റിക്കൽ ടച്ച് വരുന്ന പേപ്പറാണ് അല്ലെ. പക്ഷെ ഇത് ശരിക്കും ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. ശരിക്കും എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മുന്നോട്ടുള്ള സൈക്കോളജിക്കൽ ലൈഫിൽ അല്ലെങ്കിൽ സൈക്കോളജി എടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളിലൊക്കെ ഒരു സൈക്കോളജിക്കൽ റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ. കാരണം നമ്മുടെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഫൈനലി നമ്മൾ ആ റിസൾട്ടിലേക്ക് എത്തുന്നത് സ്റ്റാറ്റിയിലൂടെയാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ശരിക്കും നമ്മൾ സ്റ്റാറ്റ് ഇത്രയും ഡെപ്ത് ആയിട്ട് ഇത്രയും ഇമ്പോർട്ടൻസോടുകൂടെ പഠിക്കേണ്ടത്. അപ്പൊ ഇതിൽ കൂടുതലും നമുക്ക് വരുന്നത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്സ്, അതുപോലെ കോറിലേഷൻ അനാലിസിസ്, അനോവ, അതേപോലെയുള്ള ടോപ്പിക്സ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് കുറച്ച് പഠിക്കാനുണ്ട്. ലൈക്ക് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, കോറിലേഷൻ കോഎഫിഷ്യന്റ്, ഇതുപോലെയുള്ള കാര്യം. പിന്നെ കുറച്ച് പ്രാക്ടിക്കൽ കമ്പ്യൂട്ടേഷൻ സ്കിൽസ് വരുന്നത് ടി ടെസ്റ്റ്, Chi-square, അനോവ പോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടി ടെസ്റ്റും Chi-squareഉം അനോവയും ഒക്കെ എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. പിന്നെ നമുക്കുള്ള കുറച്ചൊരു ക്രിട്ടിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെ പോലെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് എറർ, റിഗ്രഷൻ അനാലിസിസ്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് കൂടുതലും ഫോക്കസ് കൊടുക്കേണ്ട കാര്യം. ഓക്കെ, അപ്പൊ നമുക്കൊരു കഴിഞ്ഞ വർഷങ്ങളിലെ പേപ്പേഴ്സും മോഡൽ ആൻസേഴ്സും അതുപോലെ ഒരു പ്രെഡിക്റ്റീവ് അനാലിസിസും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു പേപ്പർ MPC 006 ഒരു വാസ്റ്റ് സിലബസ് ആണ് അല്ലെ. പഠിക്കുമ്പോൾ ഒരുപാട് തോന്നുന്ന ഒരു സിലബസ് ആണ്. അത് കുറച്ചുകൂടെ ഇൻഡെപ്ത് നോക്കി അല്ലെങ്കിൽ അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഹൈ പ്രോബബിലിറ്റി ഏരിയാസ് ഏതൊക്കെയാണ്, കുറച്ചുകൂടെ ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാവുമ്പോൾ നമുക്കത് ടൈം കൺസ്യൂമിംഗ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ എടുക്കുന്ന എഫേർട്ടിന് അല്ലെ, നമ്മൾ സ്റ്റാറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന എഫേർട്ട് അത്രയും വേർത്ത് ആവാൻ നമ്മളെ സഹായിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഡിസംബർ TEയിൽ നല്ലൊരു സക്സസ് എല്ലാവർക്കും ഉണ്ടാവാനും കൂടെ ഈ ഒരു ഡോക്യുമെന്റും ഈ ഒരു വീഡിയോയും സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.
അപ്പൊ നമുക്ക് നമ്മുടെ സിലബസ് മാപ്പിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ MPC 006 ബ്ലോക്സിനെ യൂണിറ്റ് ആയിട്ടും അതുപോലെ ടോപ്പിക് ആയിട്ടും ഒക്കെ ഈ ടിഇക്ക് വേണ്ടി ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ ബേസിസ് ഓഫ് ദ ഇമ്പോർട്ടൻസും അതുപോലെ റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ഒരു ഫ്രീക്വൻസിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു എക്സാം റെലവൻസിനനുസരിച്ചുള്ള സിലബസ് ഓവർവ്യൂ നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ. അപ്പൊ അതിലെ ആദ്യത്തെ യൂണിറ്റ് തന്നെ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് യൂണിറ്റ് തന്നെ ഹൈ പ്രോബബിലിറ്റി ഉള്ള ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു യൂണിറ്റ് ആണ്. കൂടുതലായിട്ട് നമുക്ക് ഡെഫിനിഷൻ, അസംഷൻസ്, അഡ്വാൻറ്റേജസ് ആൻഡ് നോൺ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പാരാമെട്രിക് ഓർ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അതിൽ ഒരുപാട് പ്രാവശ്യം ഏകദേശം 5 ടൈംസ് ഒക്കെ റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ പറയുന്ന പാരാമെട്രിക്കിന്റെയും നോൺ പാരാമെട്രിക്കിന്റെയും ഇൻട്രൊഡക്ഷൻ എന്ന് പറയും. അപ്പൊ നമ്മളൊരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. പിന്നെ അതേപോലെ പിന്നീട് നമ്മൾ അടുത്ത ബ്ലോക്കുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന പാരാമെട്രിക് ടെസ്റ്റുകളുടെ എക്സാമ്പിൾസ് ആണ് നമ്മൾ അതിൽ അടുത്തൊരു ടോപ്പിക് പഠിക്കുന്നത് അല്ലെ. ടി ടെസ്റ്റ്, അനോവ, നോൺ പാരാമെട്രിക്, കൈസ്ക്വയർ, മാൻബൈറ്റ്നി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ ഇത് എന്താണ്, എന്തിനു വേണ്ടിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് ആയിട്ടാണ് പഠിക്കുന്നത്. അതിനൊരു മീഡിയം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ബിക്കോസ് 3 ടൈംസ് ഒക്കെ അത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് യൂണിറ്റ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിക്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മളൊരു ബേസിക് സ്റ്റാറ്റ് പഠിക്കുന്ന സമയത്ത് എന്താണ് ഡിസ്ക്രിപ്റ്റീവ്, എന്താണ് ഇൻഫറൻഷ്യൽ എന്നൊക്കെ കൃത്യമായി പഠിക്കേണ്ടത് ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതിൽ സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കർട്ടോസിസ്, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ തിയോററ്റിക്കലി പഠിക്കുന്ന കാര്യങ്ങളാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റോടുകൂടെ നിങ്ങൾ നോക്കുക. 6 ടൈംസ് ഒക്കെയാണ് അത് വന്നിട്ടുള്ളത്. ഇനി തേർഡ് യൂണിറ്റ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഇറവാണ്. അതിൽ നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിന്റെയും ഇംപ്ലിക്കേഷൻസ് അതുപോലെ സിഗ്നിഫിക്കൻസ് ലെവലിലൊക്കെ വരുന്ന ഇറേഴ്സ് ആണ് പഠിക്കുന്നത്. ടൈപ്പ് 1ഉം 2 ഇറേഴ്സ്. അപ്പൊ അതിൽ ഒരു മീഡിയം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ബിക്കോസ് 4 ടൈംസ് അത് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ യൂണിറ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. അതിൽ കോൺഫിഡൻസ് ലെവല്, ക്രിട്ടിക്കൽ വാല്യൂസ്, ഹൈപ്പോത്തിസിസ് ഫോർമുലേഷൻ ഒക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതും ഒരു മീഡിയം ലെവലിൽ 3 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബ്ലോക്ക് മൊത്തത്തിൽ നോക്കുക. ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും അതിൽ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. എങ്കിലും ലോ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ടോപ്പിക്സ് ഒന്നും ഫസ്റ്റ് ബ്ലോക്കിൽ കാണാനില്ല. അതുകൊണ്ട് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, കാരണം നമുക്ക് തിയോറിറ്റിക്കലി ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു ബ്ലോക്കാണ് ഫസ്റ്റ് ബ്ലോക്ക്. പിന്നെ സെക്കൻഡ് ബ്ലോക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ കോറിലേഷൻ ആൻഡ് റിഗ്രഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന പിയേഴ്സൺ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ്, കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്സ്, അസംഷൻസ് എല്ലാം തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. 7 ടൈംസ് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ഒന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പിയേഴ്സൺ. അതേപോലെ അതർ കോറിലേഷൻ, അടുത്ത അതർ കോറിലേഷൻ ടൈപ്സിൽ കെൻഡൽ സ്റ്റോപ്പ് ആയി ഉണ്ട്, അതുപോലെ ബിസേറിയൽ കോറിലേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും ഒക്കെ സ്പിയർമാൻസ് ആർച്ചോയിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇതൊന്നും അധികം കണ്ടിട്ടില്ല, ബാക്കി കെൻഡൽസ് ഒന്നും അധികം കണ്ടിട്ടില്ല. പക്ഷെ സ്പിയർമാൻസ് ആർച്ചോ കൂടുതൽ, ഈ കൂട്ടത്തിൽ കൂടുതൽ വന്നിട്ടുള്ളത് സ്പിയർമാൻസ് ആർച്ചോ ആണ്. ഈ ഒരു യൂണിറ്റിന് 6 ടൈംസ് ആണ് വന്നിട്ട്. ഇതിനും ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി മൂന്നാമത്തത് പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. ആ ഒരു പിന്നെ അധികം ഒന്നും കാണാത്ത, വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഒരു 2 ടൈംസ് ഒക്കെ അത് കണ്ടിട്ടുള്ളൂ. അതിൽ എക്സാമ്പിൾസും അതുപോലെ കോൺസെപ്റ്റ് ഫോർമുലാസ് ഒക്കെയാണ്. മേ ബി ലാസ്റ്റത്തെ ഒരു സെക്ഷൻ സിയിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, പക്ഷെ നാലാമത്തത് ഹൈ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ബിക്കോസ് റിഗ്രഷൻ, ലീനിയർ, ബൈവാരിയേറ്റ്, മൾട്ടിപ്പിൾ റിഗ്രഷൻ, അതുപോലെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റിംഗും 5 ടൈംസ് വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങൾ പിയേഴ്സൺ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ആണ്. അത് പാർട്ട് എയിൽ തന്നെ, അതായത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാൻ ചാൻസ് ഉള്ള ഒന്നാണ് പിയേഴ്സന്റെ കോറിലേഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. അപ്പൊ അതിൽ ഫസ്റ്റത്തെ യൂണിറ്റ് തന്നെ അതിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, പ്രോപ്പർട്ടീസും ആപ്ലിക്കേഷൻസും ഡൈവേർജൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ അത് 6 ടൈംസ് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളതാണ്. ഹൈ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുക. ഇനി രണ്ടാമത്തത് മീൻ ഡിഫറൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് എറർ ആണ്. അതിലും ടി ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് എറർ, അതുപോലെ കോൺഫിഡൻസ് ഇന്റർവെൽസ് ഒക്കെയാണ്. അതിനൊരു മീഡിയം ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. ടി ടെസ്റ്റിനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ്ലി വരുന്ന ഒരു ടോപ്പിക്കാണ് വൺ വേ അനോവ.
അല്ലെ? അനോവയിൽ തന്നെ 2 വേ വരാറില്ല, 1 വേ ആണ് നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളത്. അതിന്റെ കോൺസെപ്റ്റ്, അസംഷൻ, കമ്പ്യൂട്ടേഷൻ മസ്റ്റ് ആയിട്ടും പഠിക്കുക. കമ്പ്യൂട്ടേഷന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക. അത് നമ്മൾ എത്ര ബൈഹേർട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അനോവ ഒരു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പകുതി വെച്ച് സ്റ്റക്കായി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ചെയ്ത് തന്നെ പഠിക്കുക. നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. ഉറപ്പായിട്ടും വരുന്ന നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് അനോവയുടേത്, 1 വേ അനോവയുടേത്. 7 ടൈംസ് ഒക്കെയാണ് റിപ്പീറ്റഡ്ലി കണ്ടിട്ടുള്ളത്. അതും സെക്ഷൻ എയിലാണ് വരിക. ഇനി 4മത്തത് 2 വേ ആണ്. അധികം മീഡിയം ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. അതിൽ ഇൻഫറൻഷ്യൽ എഫക്ട്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് ഒക്കെ ഒരു വായിച്ച് നിങ്ങൾ എന്തായാലും വിട്ട് കളയാതെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി 4മത്തെ നമ്മുടെ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ബ്ലോക്ക് വരുന്നത്. അതില് ഇതും കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള, ഒരു പക്ഷേ നമുക്ക് എന്താ പറയാ, എല്ലാ ബ്ലോക്കും ഒന്നും നമുക്ക് മിസ് ചെയ്ത് പോവാതെ, അല്ലെ, എല്ലാം ഒന്നും ഒഴിവാക്കി കളയാൻ പറ്റാതെ പഠിക്കേണ്ട ഒരു പേപ്പറാണ് നമ്മുടെ സ്റ്റാറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ഫസ്റ്റ് യൂണിറ്റ് റേഷണൽ ഫോർ നോൺ പാരാമെട്രിക് സ്റ്റാറ്റ്സ് ആണ്. അപ്പൊ അതിൽ നമ്മൾ നോമിനൽ, ഓർഡിനൽ, ഡിഫറൻസ് ബിറ്റ്വീൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് മെത്തേഡ് ഒക്കെയാണ് പഠിക്കുന്നത്. അതിൽ ആ ഒരു ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലെ, അതൊക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വായിച്ച് മനസ്സിലാക്കി പോകും. രണ്ടാമത്തെ യൂണിറ്റ് മാൻ വൈറ്റ്നി യൂണിറ്റ് ടെസ്റ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാൻ വൈറ്റ്നി യൂണിറ്റ് ടെസ്റ്റ്. അപ്പൊ അത് 5 ടൈംസ് ഒക്കെ റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. അത് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് സെക്ഷൻ ബിയിലാണ്. 6 മാർക്കിന്റെ സെക്ഷൻ ബിയിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അതിന്റെ കമ്പ്യൂട്ടേഷനും നിങ്ങൾ ചെയ്ത് പഠിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്, അല്ലെ? യു ടെസ്റ്റ് സിമ്പിൾ ആണ്. അത് മാറിപ്പോവാതെ, മറന്നു പോവാതെ പഠിക്കുക. അതിന്റെ ഇന്റർപ്രിട്ടേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി ക്രിസ്റ്റൽ വാല്യൂസും അനോവയും, അതിന്റെയും കോൺസെപ്റ്റ്, സ്റ്റെപ്സും കമ്പ്യൂട്ടേഷനും ഒക്കെ. ക്രിസ്റ്റൽ വാല്യൂസും ചിലപ്പോൾ ഒരു 4 ടൈംസ് ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി പറയുന്നത്. ക്രിസ്റ്റൽ വാല്യൂസ് ഒക്കെ കുറെ ചോദിച്ചിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ കാണാവുന്നതാണ്, ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കാണാവുന്നതാണ്. അതുകൊണ്ട് വിട്ടു പോകരുത്. ഓക്കെ. ഇനി 4മത്തെ കൈസ്ക്വയർ. കൈസ്ക്വയർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൈസ്ക്വയർ എന്ന് പറയുന്നത്. 6 ടൈംസ് ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി. അതിന്റെ ആപ്ലിക്കേഷനും അതുപോലെ കമ്പ്യൂട്ടേഷൻ, ഇന്റർപ്രിട്ടേഷൻ, എല്ലാ കാര്യങ്ങളും തന്നെ ഇമ്പോർട്ടൻസോടുകൂടെ പഠിക്കുക. അതുപോലെ കെൻഡൽ സ്റ്റോയും നോക്കണം, പഠിക്കണം. ഓക്കെ. വിട്ട് കളയരുത്. കെൻഡൽ സ്റ്റോ അധികം കണ്ടിട്ടില്ല എങ്കിലും കൈസ്ക്വയറിനെ അപേക്ഷിച്ച് കെൻഡൽ സ്റ്റോ കുറവാണ് എങ്കിലും അത് വിട്ട് കളയരുത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ 4 ബ്ലോക്കുകളിലുമുള്ള ഒരു എക്സാമിന്റെ ഇമ്പോർട്ടൻസും റെലവൻസും ഫ്രീക്വൻസിയും ഒക്കെ. ഇത്രയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എല്ലാ ബ്ലോക്കിൽ നിന്നും കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരേപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഏകദേശം ഒരു ഹൈ ടോപ്പിക്കിനെ വെച്ച് നോക്കുമ്പോൾ പ്രോബബിലിറ്റി കൂടുതലുള്ള ടോപ്പിക്സ് ആണ് നമുക്ക് ഇതിൽ കൂടുതലുള്ളത്. അപ്പൊ അധികം ഒന്നും വിട്ടുപോവാതെ തന്നെ നിങ്ങൾ പഠിക്കുക എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഒരു എക്സാം പാറ്റേൺ എങ്ങനെ, ഒരു കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ഒന്ന് നോക്കാം.
അത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സും അതിന്റെ ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ നമുക്ക് അറിയാവുന്നതാണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എയിൽ വരിക അല്ലെ. 450 വേർഡ്സിലാണ് അത് ഉണ്ടാവുന്നത്. ഒരു 10 to 20 വെയിറ്റേജ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് എക്സ്പ്ലെയിൻ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് എക്സാമ്പിൾസ് ഓർ കമ്പ്യൂട്ട് വൺ വേ അനോവ ഫോർ ദ ഗിവൻ ഡാറ്റ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ 450 വേർഡ്സിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. അനോവയൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ 10 മാർക്കിന്റെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ. പിന്നെ കോമൺ ടോപ്പിക്സ് സാധാരണ നോൺ പാരാമെട്രിക് ഓർ പാരാമെട്രിക് സ്റ്റാറ്റി, റിഗ്രഷൻ, അനോവ, ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ഇതൊക്കെ ആണ് സാധാരണയായിട്ട് ചോദിക്കാറുള്ള ടോപ്പിക്സ്. ഈ രണ്ടാമത്തെ ഷോർട്ട് നോട്ട്സ് ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് ഓൺ ദീസ് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് 5 മാർക്കാണ് കൊടുക്കാറുള്ളത്. അത് ഡിഫൈൻ സാമ്പിളിംഗ് എറർ, എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് ചോദിക്കുക. അപ്പൊ ഇതിന്റെ കോമൺ ടോപ്പിക്സ് ആണ് സാമ്പിളിംഗ് എറേഴ്സ്, ലീനിയർ വേഴ്സസ് നോൺ ലീനിയർ റിലേഷൻഷിപ്പ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഇതുപോലെയുള്ള ടോപ്പിക്സ് ആണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. ഇനി അടുത്തത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. നമുക്ക് സ്റ്റാറ്റിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്നുള്ളത്. അപ്പൊ അതില് വെയിറ്റേജ് 10 to 15 എന്നുള്ള രീതിയിലൊക്കെ വരാറുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ടി ടെസ്റ്റ്, കൈ സ്ക്വയർ, കോറിലേഷൻ കോഫിഷ്യന്റ്, പിയേഴ്സൺ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോമൺ ആയിട്ട് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ അനോവ, കൈ സ്ക്വയർ, മാൻവൈറ്റിനെയും ഒക്കെ ചോദിക്കാം. മാൻവൈറ്റിനെ ഒക്കെ ആകുമ്പോൾ 5 മാർക്കിലും ഒക്കെ 6 മാർക്കിനും ഒക്കെ ആയിട്ട് ചോദിക്കാം. ചിലപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടും ചോദിക്കാം. ഇനി കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് മറ്റൊരു ടൈപ്പ്. കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ രണ്ട് ടോപ്പിക്സിനെ കമ്പയർ ചെയ്യുന്ന രീതിയിൽ. അത് 5 മുതൽ 10 വരെയൊക്കെയാണ് ഇതിന്റെ ഒരു വെയിറ്റേജ്. എക്സാമ്പിൾസ് ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാർഷ്യൽ ആൻഡ് പാർട്ട് കോറിലേഷൻ. അതുപോലെ കോമൺ ടോപ്പിക്സ് ആണ് കോറിലേഷന്റെ ടൈപ്സും പാരാമെട്രിക് ഓർ നോൺ പാരാമെട്രിക് എന്നുള്ളതൊക്കെ. വേഴ്സസ് എന്നുള്ള ആ ഒരു ടോപ്പിക്സ് ആണ് സാധാരണ വരുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജിന്റെ ഒരു ട്രെൻഡ്സ് നോക്കാം. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് യൂണിറ്റ്സ് യൂണിറ്റ് 1 പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് ആണ് ഹൈ ഫ്രീക്വൻസി ഉള്ളത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും ചോദിക്കാം. essay questions focusing on hypothesis testing and statistical assumptions and numerical problems related to measures of central tendency. ഇതൊക്കെയാണ് ക്വസ്റ്റ്യന്റെ ഒരു ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് 2 എടുക്കുമ്പോൾ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആണ്. അതില് യൂണിറ്റ് 1 ആണ് ഹൈ ക്വാളിറ്റി ഫ്രീക്വൻസി ഉള്ളത്, പ്രോഡക്റ്റ് മൂവ്മെന്റ് കോറിലേഷൻ ഓഫ് പിയേഴ്സൺ. അത് ഇനി യൂണിറ്റ് 2 സ്പിയർമാൻ, ആർഎച്ച്ഒ ആൻഡ് കെൻഡൽസ്റ്റോയും അതേപോലെ ഹൈ ഫ്രീക്വൻസി ഉള്ളതാണ്. ക്വസ്റ്റ്യൻ ടൈപ്പ് സാധാരണ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ചോദിക്കാറുള്ളത്. അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് കമ്പയറിംഗ് ഡിഫറെന്റ് കോറിലേഷൻ മെഷേഴ്സും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ബ്ലോക്കാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതില് യൂഷ്വലി ചോദിക്കുന്ന ഒരു ടെസ്റ്റ്, ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ചെയ്യുന്ന യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1 ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ വൺ വേ അനോവ, വെരി ഹൈ ഫ്രീക്വൻസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വൺ വേ അനോവ. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. അത് നോർമൽ കേഴ്സിന്റെ അതേപോലെ അനോവ കമ്പ്യൂട്ടേഷന്റെയും എക്സ് എ ക്വസ്റ്റ്യൻസ് പോലെ വരാം. അതേപോലെ ഷോർട്ട് നോട്ട്സ് ആണ് സ്ക്യൂനെസ് ആൻഡ് കേർട്ടോസിസ് എന്നുള്ളടത്തും അതും ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് 4 എടുക്കുന്ന സമയത്ത് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്ക് വരുന്നത്. അതിൽ ഫ്രീക്വന്റ്ലി ടെസ്റ്റഡ് യൂണിറ്റ്സ് ആണ്. ഒന്ന് മാൻവൈറ്റ് ന്യൂ ടെസ്റ്റ് സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത്, പിന്നെ കൈ സ്ക്വയർ. ഓക്കെ, അത് രണ്ടും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. പിന്നെ ക്വസ്റ്റ്യൻ ടൈപ്സ് സാധാരണ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കമ്പ്യൂട്ടേഷൻ എന്നുള്ള രീതിയിൽ പ്രോബ്ലംസ് വരാം. ലൈക്ക് നമ്മുടെ കൈ സ്ക്വയർ ടെസ്റ്റ് ചെയ്യാനും അതുപോലെ മാൻവൈറ്റിനെയും ഒക്കെ. പിന്നെ എസ് എ ക്വസ്റ്റ്യൻസ് ഓൺ ദ റേഷണൽ ആൻഡ് അസംപ്ഷൻസ് ഓഫ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എസ് എ വരാം. പക്ഷെ യൂഷ്വലി നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് തന്നെയാണ് ബ്ലോക്ക് 4 വരാറുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു 4 ബ്ലോക്കിലെയും ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സും അതിന്റെ രീതികളും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ബ്ലോക്ക് 1 10 മുതൽ 15 വരെ മാർക്ക് കൊടുത്തേക്കാം. ഒരു ഹൈ ആണ് അല്ലെ, അതിന്റെ ഒരു ലെവൽ ഹൈ ആണ്. ബ്ലോക്ക് 2 എടുക്കുമ്പോൾ 10 മുതൽ 20 വരെ കൊടുത്തേക്കാം. അതുപോലെ ബ്ലോക്ക് 3 15 മുതൽ 20 വരെ. ഏറ്റവും ഇമ്പോർട്ടൻസ് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സാധാരണ മാർക്ക് വരുന്നത് ബ്ലോക്ക് 3 എന്നാണ്. ബ്ലോക്ക് 4 കമ്പാരറ്റീവ്ലി കുറവാണ്, അത്രയേ ഉള്ളൂ, കമ്പാരറ്റീവ്ലി കുറവാണ്. 10 to 15 വരെ അതിനും പക്ഷെ മാർക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ ബ്ലോക്ക് 1 3 സെക്ഷനിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് കേട്ടോ അതിന്റെ ഒരു ഡിഫറൻസ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ക്വസ്റ്റ്യൻ ടൈപ്പിലുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണെങ്കിൽ 10 to 20 മാർക്സ് ആണ് കൊടുക്കുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലംസിനും 10 to 15 മാർക്സ്. ഷോർട്ട് നോട്ട്സ് ആകുമ്പോൾ 5 മാർക്ക് എന്നുള്ള രീതിയിലാണ് വരുന്നത്. കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 5 to 10 മാർക്സ് ആണ് വരുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 3 മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് നോക്കുമ്പം ഹൈ ആണല്ലേ, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഹൈ ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ഓരോ ബ്ലോക്കിന്റെയും യൂണിറ്റിന്റെയും ടോപ്പിക്കിന്റെയും വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. അപ്പൊ യൂണിറ്റ് 1 പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റില് 4 ടൈംസ് ആണ് ഒരു ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 10 ആണ്. അതിൽ നമ്മൾ യൂഷ്വലി പറയുന്ന പോലെ പാരാമെട്രിക്, അതിന്റെ അസംഷൻസ്, അഡ്വാൻറ്റേജസ് അതൊക്കെ. അതേപോലെ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റും വിത്ത് എക്സാമ്പിൾസ് എന്നുള്ളതും നമുക്ക് 3 ടൈംസ് ഉണ്ട്. ഏകദേശം ആവറേജ് മാർക്സ് വരുന്നത് 10 ആണ്. ഇനി യൂണിറ്റ് 2 ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് 5 ടൈംസ് റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. അതിലുള്ള അടുത്ത ഒരു ടോപ്പിക്, വേറൊരു ടോപ്പിക് ആണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എക്സാമ്പിൾസ് അല്ലെ, ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതും 3 ടൈംസ് റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. ഇനി 4ാമത്തെ യൂണിറ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. അതിൽ തന്നെ എന്താ കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ് ഇന്റർവെൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ലെവൽസ് ആണ്. അതും ഒരു 3 ടൈംസോളം റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 2ാമത്തെ ബ്ലോക്കിൽ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ യൂണിറ്റിൽ പിയേഴ്സൺ കോറിലേഷൻ ആണ് 6 ടൈംസ്. അതിൽ കമ്പ്യൂട്ട് പിയേഴ്സൺ കോറിലേഷൻ കോഫിഷ്യന്റ് എന്നുള്ള രീതിയിൽ തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചോദിക്കാറുള്ളത്. പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിലേഷൻഷിപ്പ് വിത്ത് എക്സാമ്പിൾസ്, അതും 4 ടൈംസ് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളത്. ഇനി 2ാമത്തെ യൂണിറ്റില് കെൻഡൽസ്ട്രോ അതേപോലെ തന്നെ സ്പിയർമാൻ ആർച്ചോ, അതും 4 ടൈംസ് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് 4ാമത്തെ യൂണിറ്റ് റിഗ്രഷൻ അനാലിസിസ് ആണ്. ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് ഇൻ കമ്പ്യൂട്ടിംഗ് റിഗ്രഷൻ കോഫിഷ്യന്റ് വിത്ത് എക്സാമ്പിൾസ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അപ്പൊ 5 ടൈംസോളം റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇനി ബ്ലോക്ക് 3 എടുക്കുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒന്നാമത്തത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ ആപ്ലിക്കേഷൻ ഓഫ് ദ നോർമൽ കർവ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 2ാമത്തെ എക്സ്പ്ലെയിൻ സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് വിത്ത് എക്സാമ്പിൾസ്, അത് സാധാരണ സെക്കൻഡ് പാർട്ടിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. 4 ടൈംസ് റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ 1 വേ അനോവയാണ്. 6 ടൈംസ് വന്നിട്ടുണ്ട്. 10 മാർക്കിന്റെ തന്നെയാണ് 1 വേ അനോവ ചോദിക്കുക. ഇനി ബ്ലോക്ക് 4 എടുത്ത് നോക്കുമ്പോൾ മാൻ വൈറ്റ്നിയും കൈ സ്ക്വയറും ആണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കമ്പ്യൂട്ട് മാൻ വൈറ്റ്നി യു ടെസ്റ്റ്, അതേപോലെ കമ്പ്യൂട്ട് ആൻഡ് ഇന്റർപ്രറ്റ് കൈ സ്ക്വയർ ടെസ്റ്റ്. ഇതിൽ മാൻ വൈറ്റ്നി യു ടെസ്റ്റ് 10 മാർക്ക് ആവറേജ് നമ്മൾ കൊടുക്കാം, പക്ഷെ അത് കൂടുതലും സെക്കൻഡ് പാർട്ടിലാണ് ചോദിക്കുന്നത്. ഓക്കെ, പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് ടെസ്റ്റിന് 10 മാർക്ക് എന്നുള്ള രീതിയിൽ കൊടുക്കുക. കോറിലേഷൻ അനാലിസിസ് ലൈക്ക് പിയേഴ്സൺ, സ്പിയർമാൻ, കെൻഡൽ ഒക്കെ 10 to 15 വരെ പോവാറുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അനോവ 10 to 15 ആണ്. അതുപോലെ മാൻ വൈറ്റ്നി കൈ സ്ക്വയർ ഒക്കെ മാക്സിമം 10 ആണ്. അപ്പൊ ഇനി നമ്മൾ എക്സാമിന് ലാസ്റ്റ് ഒരു ഹൈ ഫ്രീക്വൻസി ഏരിയാസിന് എങ്ങനെയാണ് സ്ട്രാറ്റജി ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്ന്, പ്രയോറിറ്റൈസ് ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇതിൽ അനോവ, കൈ സ്ക്വയർ, റിഗ്രഷൻ, കോറിലേഷൻ ഒക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം. നിർബന്ധമായിട്ടും ബൈഹേർട്ട് ചെയ്യാൻ വെക്കരുത്, അത് എഴുതി പഠിക്കുക. അതുപോലെ കോറിലേഷൻ മെത്തേഡ്സിലൊക്കെ ഒന്നും കൂടെ ഒന്ന് പോയിട്ട് അല്ലെ, അതിന്റെ ഒരു സ്റ്റെപ്സും പിന്നെ ഇക്വേഷൻസും കാര്യങ്ങളൊന്നും മാറിപ്പോകാത്ത രീതിയിൽ പഠിക്കുക. ഒരു നല്ലൊരു കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ പാരാമെട്രിക് വേഴ്സസ് നോൺ പാരാമെട്രിക് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്,
എന്താണ് അതിന്റെ അർത്ഥം, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും അതേപോലെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കും. ഓക്കെ, അപ്പൊ ബ്ലോക്ക് 2-ലാണ് അല്ലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണിട്ടുള്ള ഒരു ബ്ലോക്ക് 2 ആണ്. കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് 4-നാണ് കുറവ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നോക്കാം. ഇപ്പം ബ്ലോക്ക് 1-ല് യൂണിറ്റ് 1-നും യൂണിറ്റ് 2-ക്കും ഹൈ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 4-നാണ് ഒരു മീഡിയം ഇമ്പോർട്ടൻസ് ഉള്ളത്. ബ്ലോക്ക് 2-ലാണെങ്കിൽ യൂണിറ്റ് 1-ഉം യൂണിറ്റ് 4-നും പിയേഴ്സിനും റിഗ്രഷനും ഒക്കെ ഹൈ റേറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. ഈ ബ്ലോക്ക് 3 എടുക്കുമ്പോൾ നമ്മുടെ അനോവ അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ രണ്ടും ഹൈ ആണ്. ബ്ലോക്ക് 4-ലാണെങ്കിൽ കൈ സ്ക്വയറിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, മാൻവൈറ്റിയും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അതും അതേപോലെ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഒന്നും കൂടെ ഫൈനൽ പ്രിപ്പറേഷനുള്ള ഒരു ടിപ്സ് നോക്കാം. ആദ്യം തന്നെ ഹൈ പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്സ് നമ്മൾ റിപ്പീറ്റഡ്ലി നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഒന്നുകൂടെ ഉറപ്പ് വരുത്തിയിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തത് ഒരു മീഡിയം ടോപ്പിക്സ് ഉണ്ട്, മീഡിയം പ്രോബബിലിറ്റി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ല. എന്തായാലും ചോദിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂലെങ്കിലും വരില്ല എന്നും അതേപോലെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത ടോപ്പിക്സ് ആണ്. അതുകൊണ്ട് അതും നിങ്ങൾ വിട്ടുപോകരുത്. ഇനി അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട്, നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലെ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയറിൽ എടുത്തിട്ട് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. എസ്പെഷ്യലി നമ്മുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ നിങ്ങളിപ്പോ നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ, നമ്മുടെ ലേൺവൈസിലെ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലെ. ഒരു 2 hours ടൈം നമുക്ക് എക്സാമിന് തരുമ്പോൾ എങ്ങനെയൊക്കെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അത് സ്റ്റാറ്റിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അതിന് ഡിഫറൻസ് ഉണ്ട് അല്ലെ, കാരണം പ്രോബ്ലംസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഏകദേശം കമ്പ്യൂട്ടേഷനൊക്കെ എത്ര ടൈം വരുന്നുണ്ട്, അതുപോലെ എസ്സേക്ക് എത്ര ടൈം വരുന്നുണ്ട് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് മുന്നേ കാലക്കൂട്ടി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മുടെ എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും ടൈം ഒരു 2 hours വരുമ്പോൾ അതിൽ ഹാഫ് ആൻ അവർ പ്രോബ്ലംസിന് ചെയ്യുക, അല്ലെങ്കിൽ ഇത്രയും എസ്സേക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈം അതിന്, അങ്ങനെ ഓരോന്നിനും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു ഏകദേശം ഈ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ കൂടെ നമുക്ക് നോക്കാം. നമുക്ക് അറിയാവുന്നതാണ് 2 hours ആണ് ടൈം ഉള്ളത്, 50 ആണ് നമ്മുടെ മാക്സിമം മാർക്സ് എന്ന് പറയും. അപ്പൊ എല്ലാ സെക്ഷൻസും ABC എന്ന് പറഞ്ഞ 3 സെക്ഷൻസ് ഉണ്ട്. 3 സെക്ഷൻസും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതുമാണ്. പിന്നെ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, സ്റ്റാറ്റിയിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, പക്ഷെ സയന്റിഫിക് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തേല് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 3 2 അറ്റൻഡ് ചെയ്യുക. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ഡിഫൈൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിക്. ഓക്കെ, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിക്. അപ്പൊ അതിന്റെ അസംപ്ഷൻസ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് അതൊക്കെ നമുക്ക് വിത്ത് എക്സാമ്പിൾസ്, നമ്മൾ എപ്പോഴും പറയുന്നതാണ് സ്റ്റാറ്റി ഒക്കെ പഠിക്കുമ്പോൾ ഏത് ടെസ്റ്റ് പഠിക്കുമ്പോഴും ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ നമുക്ക് എപ്പോഴും അത് ഓർമ്മയുണ്ടാവും. ഓക്കെ, അത് സ്റ്റാറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, സൈക്കോളജിയുടെ എല്ലാ പേപ്പേഴ്സും അങ്ങനെ തന്നെയാണ്. ഇത് പഠിക്കുമ്പോൾ നമുക്ക് ആ എക്സാമ്പിൾസ് എങ്കിലും നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരും. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ദ നോർമൽ പ്രോബബിലിറ്റി കർവ്. ഓക്കെ, അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ ഡയഗ്രാം ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാമിന് ആൻസർ ചെയ്യാൻ. ഡയഗ്രാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 2 കാര്യമാണ് അതിലുള്ളത്. ഒന്നാമത്തെ, നമ്മൾ ആദ്യം തന്നെ ഡയഗ്രാം വരക്കുമ്പോൾ നമ്മുടെ മറവി ഇടയ്ക്ക് പെട്ടെന്ന് ഈ പേനയുടെ തുമ്പത്തെത്തിയിട്ട് മറന്നു പോകുന്ന പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ആദ്യം വരക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, എക്സാമിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തത് കമ്പ്യൂട്ട് അനോവ ഫോർ ദ ഫോളോയിങ് ഡേറ്റ ആൻഡ് ഇന്റർപ്രിറ്റ് ദ റിസൾട്ട് ആണ്. അപ്പൊ അതിലൊരു ഗ്രൂപ്പ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നിട്ടുണ്ട്. 1 way അനോവയാണ് മൂന്നാമത്തത്. ഇനി സെക്ഷൻ ബിയിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 5 മാർക്കാണ് ഓരോന്നിനും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തത് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിലേഷൻഷിപ്പ്. ഓക്കെ, അത് നമുക്ക് ഡയഗ്രാംസും എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ആറാമത്തെ ക്വസ്റ്റ്യൻ, സെക്ഷൻ ബിയിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ആൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് ദ സ്റ്റാൻഡേർഡ്.
ഓക്കെ, സ്റ്റാൻഡേർഡ് എററിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏഴാമത്തത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് കെർട്ടോസിസ്. വൈ ആർ ദീസ് മെഷേഴ്സ് ഇമ്പോർട്ടൻസ് ഇൻ സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ്. സൈക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്താണ് ഇമ്പോർട്ടൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി എട്ടാമത്തത് കമ്പയർ മാൻ വൈറ്റ്നി യു ടെസ്റ്റ് ആൻഡ് വിൽകോക്സൺ മാച്ച്ഡ് പെയർ സൈൻഡ് റാങ്ക് ടെസ്റ്റ്. കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ഓക്കെ മാൻ വൈറ്റ്നി ചോദിച്ചിട്ടുണ്ടല്ലോ എന്നാൽ അത് എഴുതാം, അല്ലെങ്കിൽ സ്ക്യൂനസ് ചോദിച്ചിട്ടുണ്ടല്ലോ അത് എഴുതാം എന്ന രീതിയിൽ പോകുന്നതിന് പകരം എന്താണ് അവർ ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യന്റെ ഒരു ഇമ്പോർട്ടൻസ് എവിടെയാണെന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇവിടെ നോക്കൂ, കമ്പയർ, എക്സ്പ്ലെയിൻ, ഡിസ്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ നിങ്ങൾ അതിന് നോക്കിയിട്ട് കൊടുക്കുക. അത് അതിനനുസരിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഷോർട്ട് നോട്ട്സ് ആണ് ലാസ്റ്റത്തെ സെക്ഷൻ, സെക്ഷൻ സി എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ പാർഷ്യൽ ആൻഡ് പാർട്ട് കോറിലേഷൻ ഒന്ന്, രണ്ടാമത്തെ കെൻഡൽസ് ലോ, കമ്പ്യൂട്ടേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ. 11 അസംഷൻസ് അണ്ടർലൈൻ ദ chi-square ടെസ്റ്റ്. അസംഷൻസ് അണ്ടർലൈൻ ദ chi-square ടെസ്റ്റ്. ഓക്കെ, chi-square ടെസ്റ്റിന്റെ അസംഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ വെച്ചിട്ട് ഒരു ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ഒക്കെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മളെ കമ്മിങ് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഒരു ഹിസ്റ്റോറിക്കൽ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിലെ പല പ്രാവശ്യം റിപ്പീറ്റഡ്ലി നമ്മൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാ, യൂണിറ്റ് ഏതൊക്കെയാ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ് അറ്റ്ലീസ്റ്റ് ആ ഒരു യൂണിറ്റ്സ് എങ്കിലും നിങ്ങളുടെ മൈൻഡിൽ ഇപ്പൊ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, മറന്നു പോവരുത്. നമ്മുടെ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരിക്കലും അത് കുത്തിയിരുന്ന് പഠിക്കാം എന്ന രീതിയിൽ ആവരുത്, അത് ചെയ്ത് തന്നെ പഠിക്കുക. അങ്ങനെ നമ്മൾ എഴുതി നമ്മുടെ മൈൻഡിൽ നിൽക്കട്ടെ, മറന്നു പോവാതിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും കമ്മിങ് എക്സാമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു വീഡിയോന്റെ കൂടെ തന്നെ ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സിന്റെയും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിൽ, ലേൺവൈസ് ആപ്പിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സും അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് ഒരു ഫൈനൽ ആയിട്ട് വേണമെങ്കിൽ ആ ഡോക്യുമെന്റ്സും നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.